പൊട്ടാത്തോട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടൈലാണ്. ഇത്രയും വലുപ്പത്തിലുള്ള റൂഫിംഗ് ടൈലാണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടുകയുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നടക്കാം. ടൈലിന്റെ മുകളിൽ നടക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ നടക്കാം. ചൂടെന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ 30% ചൂട് എന്തായാലും കുറവായിരിക്കും മറ്റു ടൈലുകളെ അപേക്ഷിച്ച്. നമുക്കിത് സ്ക്രൂ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സ്ക്രൂവിലേക്ക് എത്തില്ല. മറ്റ് ടൈലുകളെ അപേക്ഷിച്ച് ഒരു കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡസ്റ്റോ കാര്യങ്ങളോ ഇതിന് ഉണ്ടാവത്തില്ല. ഡയറക്റ്റ് നമുക്ക് ടൈല് ലോക്ക് ചെയ്ത് പോവാം. നമുക്കൊരു വീട്ടിലേക്ക് നമുക്കൊരു 2 ടൺ 3 ടണ്ണിൽ നമുക്ക് ടോട്ടൽ വെയിറ്റിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ അത്രയും സ്റ്റീൽ കുറച്ച് മതി. നമ്മൾ ഇന്റർലോക്കിങ്ങിൽ നമ്മൾ ഇട്ട് വരാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഫിനിഷിംഗ് വരുന്നത്. ഏത് നോക്കിയാൽ നമ്മൾ സാധാരണ ഓടും പൊട്ടാറില്ല. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതിന്. ഉണ്ട്. വെള്ളം അബ്സോർബൻസ് 0 ആണ്. അപ്പൊ നമുക്ക് പായല് പൂപ്പൽ വരാനുള്ള ചാൻസ് 0 ആണ്. ഓടിനെ പോലെ നല്ല ഓടിന് അപ്പുറമായിട്ട് തന്നെ ക്വാളിറ്റി ഉണ്ട്. പല കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇപ്പോൾ നമുക്കൊരു 7 കളറോളം നമുക്ക് അവൈലബിൾ ആണ്. ഹലോ ഫ്രണ്ട്സ്, ഈ കാണുന്ന ഐറ്റം കണ്ടില്ലേ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റൂഫിംഗ് ടൈലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ആണ് ഇതിൻ്റെ വെയിറ്റ് ആണ്. 2.5 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ഐറ്റം 1250 ഗ്രാം മാത്രമേ വെയിറ്റ് ഉള്ളൂ. അത് മാത്രമല്ല ഇതാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടുകയുമില്ല. അങ്ങനെ ഉറപ്പുള്ള ബലമുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താവുന്നത്. ഗ്രാനോ സെറാമിക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പാനിഷ് സീരീസിൽ വരുന്ന റൂഫിംഗ് ടൈല്. ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഡെക്കോഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. ഈ വെയിറ്റ് ഇല്ലാത്ത ഈ ഒരു ഓടുകൾ പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ പൊട്ടാത്തോട് ജെറിൻ ബ്രോയുടെ അടുത്ത് തന്നെ വരണം. ഗ്രാനോ സെറാമിക്സ് ജെറിലെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു. അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. ഇത്രയും വലിയൊരു റൂഫിംഗ് ടൈൽ ഇത്ര വെയിറ്റ്ലെസ് ആയിട്ടുള്ളത് കണ്ടിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടൈലാണ്. ഇത്രയും വലുപ്പത്തിലുള്ള റൂഫിംഗ് ടൈലാണ്. ഓക്കെ, എന്താണ് ഗ്രാനോ സെറാമിക്സ്? ആക്ച്വലി ഗ്രാനോ സെറാമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി നെയിമാണ്. ഗ്രാനോ സെറാമിക്സ് കമ്പനിയുടെ നാനോ സെറാമിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണിത്. നമ്മുടെ ഇത് 5ാമത്തെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇതിന് മുമ്പ് 4 സീരീസ് ഉണ്ട്. നമ്മുടെ 5ാമത്തെ സീരീസ് ആണ്. ജാപ്പനീസ് സീരീസ് ആണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ യൂറോപ്യൻ സീരീസ് 1, 2 ഇറക്കിയായിരുന്നു. നമുക്ക് അതിനുശേഷം നമ്മൾ യു സീരീസ് ഇറക്കിയായിരുന്നു. അതിനുശേഷം നമുക്ക് എക്കണോമിക്കലായിട്ട് ഏറ്റവും റേറ്റ് കുറച്ച് കസ്റ്റമർക്ക് ഏറ്റവും റേറ്റ് കുറച്ച് സ്റ്റീലിന്റെ കൺസെപ്ഷൻ കുറച്ച് ചെയ്യാൻ കരുതി നമ്മൾ ഇറക്കിയ ടൈലാണ് നമ്മുടെ സ്പാനിഷ് ടൈല്. ഒരുപാട് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് അത്രയും വെയിറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അടിപൊളി ഓട് ലേ ചെയ്യുന്ന ഒരു സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ജിനിൽ സാറാണ് ഇവിടെ ഉള്ളത്, ടെക്നിക്കൽ ഹെഡാണ്. ഹായ്. നമ്മൾ ഈ സൈറ്റിൽ വന്നതേ, ഈ സൈറ്റിൽ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് അതാണോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ? നമുക്ക് ഇതിന്റെ മേലൊക്കെ കയറി ചെക്ക് ചെയ്യാൻ പറ്റും? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്കും കയറാം, പ്രശ്നമില്ല. പേടിക്കണ്ട, ഫുൾ സപ്പോർട്ട് തരും. ഓക്കെ, എന്നാ മേലെ കയറിയിട്ടാണ്. ഈ ഒരു സൈറ്റില് എന്ത് രീതിയിലുള്ള പെർലിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്? ഇതിൽ നമുക്ക് ഈ ടൈലിന് വേണ്ട പെർലിംഗ് എന്ന് പറയുന്നത് 3/4 ഇഞ്ച് സ്ക്വയർ ആണ്. അതായത് 20 mm സ്ക്വയർ എന്ന് പറഞ്ഞ പെർലിംഗ് ട്യൂബ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പെർലിംഗ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് 57.5 സെൻറ്റിമീറ്റർ ആണ്. 575 mm ആണ് പെർലിംഗ് ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ടൈലുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് 2 പെർലിംഗ് ഓൾറെഡി ഇപ്പം തന്നെ ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലാണ് മറ്റ് ടൈലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ സൈസിലുള്ള പെർലിംഗ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ 3/4 ഇഞ്ച് സ്ക്വയർ, അതായത് ട്യൂബിൽ തന്നെ ഏറ്റവും ചെറിയ സൈസിൽ വരുന്ന പെർലിംഗ്സ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന്, ഇതിൻ്റെ മേലെ നടക്കുക എന്നുള്ളത് അത്ര എക്സ്പേർട്സിന് പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതിൽ ചവിട്ടിയാൽ പൊട്ടിപ്പോകും, പെട്ടെന്ന് പൊട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. എന്നാലും ഒന്ന് പറയാൻ പറ്റുമോ? അതായത് നമ്മൾ ഇത് സ്പാനിഷ് ഡിസൈനിലാണ് ടൈല് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഇതൊരു കോറിയേഷൻ ഡിസൈനാണ്. കോറിയേഷൻ എന്ന് പറഞ്ഞാൽ വേവ് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ അടിയിലെല്ലാം അതുപോലെയാണ് കണക്ഷൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ബെൻഡാവോ പൊട്ടുവോ, നമ്മൾ കയറി വരുമ്പോൾ ലോഡിനനുസരിച്ച് ബെൻഡാവോ ഒന്നും ചെയ്യില്ല. റോപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ നല്ല സ്ലോപ്പിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്, അപ്പോൾ ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു സേഫ്റ്റി നമ്മൾ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നടക്കാം. ടൈലിന്റെ മുകളിൽ നടക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ നടക്കാം, പ്രശ്നമില്ല. ഇതൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതിനകത്ത്. അത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് ടൈലില് ഫ്ലെക്സിബിലിറ്റി ഇല്ല എങ്കിൽ ടൈല് പൊട്ടും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ഇതുപോലെ കയറി നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നിൽക്കുമ്പോൾ സാധാരണ റൂഫിംഗ് ടൈലിൻ്റെ മേലെ നിൽക്കുമ്പോൾ ചൂടുണ്ട്, അതുപോലെ ഒരു ചൂടുണ്ട്. എന്നാലും ഇത് ചൂട് വന്ന് അങ്ങനെ കംപ്ലൈൻറ്റ് പെട്ടെന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്? ഇല്ല, ഇതിപ്പോൾ ചൂടെന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ 30% ചൂട് എന്തായാലും കുറവായിരിക്കും മറ്റ് ടൈലുകളെ അപേക്ഷിച്ച്. 30%? അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. മറ്റ് ടൈൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ക്ലേയിലോ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റിലോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതെന്തായാലും പഴുക്കുമ്പോൾ ഇപ്പോൾ ക്ലേ ആണെങ്കിലും അതുപോലെ തന്നെ ഈ വൈറ്റ് ക്ലേ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ മെറ്റൽ ഷീറ്റൊക്കെ ആണെങ്കിലും ചൂട് പിടിച്ചാൽ ചൂട് അതിൻ്റെ അടിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഒരു പ്രോഡക്റ്റിന് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ മുകളിൽ വരുന്ന ചൂട് എന്തായാലും അതിലും 30% കുറവായിരിക്കും ഉള്ളിൽ വരുന്നത്. ഓക്കെ. സാധാരണ ഓടുകൾ ചൂട് റിലീസ് ചെയ്യുന്നതിനും സമയമാറ്റമുണ്ട്, ഇതിനകത്തൊന്നും പെട്ടെന്ന് റിലീസ് ആവുന്നത്? ഇത് അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് റിലീസ് ആവുന്ന രീതിയിലാണ്. ഒരുപാട് കളറിൽ ഇത് വരുന്നുണ്ടാവായിരിക്കും. നമ്മളിപ്പോൾ ഒരു കളർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കളറിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പെർമനൻ്റ് ആയിട്ട് 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കളർ പറഞ്ഞു കഴിഞ്ഞാൽ കളറിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മുമ്പുള്ള മോഡലുകൾ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഇതും പറ്റുമായിരിക്കും? ഇതും ചെയ്യാം, അതുപോലെ തന്നെ ചെയ്യാം. ഇത് 2 രീതിയിൽ നമുക്ക് ലേ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് സ്ട്രെയിറ്റ് ലൈനിലും ചെയ്യാം, ക്രോസ് ലൈനിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ കട്ടയിടുന്ന ഡിസൈനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വിരിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ അടിയിൽ വരുന്ന പർലിങ്ങിന്റെ ഡിസ്റ്റൻസ് ഏകദേശം എങ്ങനെ വരുന്നു? പർലിങ്ങിന്റെ ഡിസ്റ്റൻസ് വരുന്നത് ഇതിപ്പോൾ 57.5 സെന്റിമീറ്റർ ആണ്. കണക്കിൽ പറയുകയാണെങ്കിൽ നമുക്കതൊരു 575 mm ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ടു സെൻറ്റർ വരുന്നത്. ഇതിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന പർലിംഗ് എന്ന് പറയുന്നത് നമുക്ക് 20 mm സ്ക്വയർ ട്യൂബ് ആണ്. സ്ക്വയർ ട്യൂബിൽ തന്നെ ഏറ്റവും പർലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ചെറിയ പർലിംഗ് ആണ് 20 mm സ്ക്വയർ ട്യൂബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ലെങ്ത് ബേസിലുള്ള ടൈലായതുകൊണ്ട് തന്നെ മറ്റ് ടൈലുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് 2 പർലിംഗ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെ, കോസ്റ്റ് കുറവാണ്. ഇത് എങ്ങനെയാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്? ഇത് നമ്മൾ പർലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ടൈലും കൂടെ നമ്മൾ ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിൽ ലോക്കായിട്ട് വരും. പോരാതെ തന്നെ നമ്മൾ പർലിങ്ങിലേക്ക് ഹാങ് ചെയ്യാനായിട്ട് ഒരു ഹാങ്ങിങ് ക്ലാമ്പ് ഉണ്ട്. ആ ക്ലാമ്പിലാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. സ്ക്രൂ നമുക്ക് ഇതിൻ്റെ ഓവർലാപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് സ്ക്രൂ വരുന്നത്. അതായത് നമ്മളൊരു ടൈല് വെച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം അടുത്ത ടൈല് വരുമ്പോൾ ആ സ്ക്രൂ കവേർഡായിട്ട് പോകും. മറ്റ് റൂഫിംഗ് ടൈൽസിലൊക്കെ സ്ക്രൂസൊക്കെ വെളിയിൽ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. തുരുമ്പെടുത്ത് പോകുന്ന ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല. നമുക്കിത് സ്ക്രൂ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സ്ക്രൂവിലേക്ക് എത്തില്ല. ഇനി അത് മാത്രമല്ല, ഇതിലേക്ക് വരുമ്പോൾ ആക്സസറീസ് ആയിട്ട് ഇത് വരും അല്ലേ? ബ്രിഡ്ജസ് വരുന്നുണ്ട്, പിന്നെ കോണിലേക്ക് വേറെ ബ്രിഡ്ജസ് വരുന്നു. അതായത് നമ്മൾ റിഡ്ജസ് കോർണറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഹിപ്പ് എൻഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അതായത് ഫ്രണ്ട് സൈഡ് ക്ലോസ് ആയിട്ട് വരുന്നത്. ഈ റിഡ്ജസിന്റെ ഫ്രണ്ട് സൈഡ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ അതുണ്ടാവും. പിന്നെ നമുക്ക് ഒരു 3 വേ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അതായത് 3 കണക്ഷൻ, അതായത് കോടിയൊക്കെ വന്ന് ചേരുന്ന ഭാഗത്ത് കൊടുക്കാനുള്ള ഒരു 3 വേ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് റിഡ്ജസ് ഉണ്ട്. പിന്നെ ഇത് സാധാരണ ലേബേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാം. മറ്റ് ടൈലുകളെ അപേക്ഷിച്ച് ഒരു കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡസ്റ്റോ കാര്യങ്ങളോ ഇതിന് ഉണ്ടാവത്തില്ല. ഡയറക്റ്റ് നമുക്ക് ടൈല് ലോക്ക് ചെയ്ത് പോകാം. പുറകെ അടുത്തൊരാൾ സ്ക്രൂ ചെയ്ത് വന്നാൽ മതി. ഇത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റ് ഒരു ടൈൽ എടുക്കണമെങ്കിൽ ഒരു 3-3.5 കിലോ വെയിറ്റ് വരും. ഇത് നമുക്ക് 1250 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു സമയത്ത് തന്നെ നമുക്ക് ഒരു 10 ടൈലോളം കയ്യിൽ സൂക്ഷിച്ചിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫാബ്രിക്കേഷൻ ചെയ്ത് ഡ്രസ്സിന്റെ മുകളിലൂടെ നമുക്ക് നടക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഹാൻഡ്ലിംഗ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടൈൽ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു ഒരുപാട് റൂഫിംഗ് ടൈലുകൾ വരുന്നുണ്ട്. കോമ്പറ്റീഷൻ ആണല്ലോ റൂഫിംഗിൽ. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? നമുക്കിതൊരു MFP ടെക്നോളജി പ്രകാരമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്കിത് വരുന്നത്. നമുക്കിതൊരു പുതിയൊരു ഡിസൈൻ മാത്രമാണ്. നമ്മൾ ആക്ച്വലി കേരളത്തിൽ ഇപ്പോൾ ഒരു 40 ലക്ഷം സ്ക്വയർ ഫീറ്റോളം കേരളത്തിൽ നമ്മുടെ മറ്റ് മോഡലുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് നമുക്കൊരു 2 ടൺ 3 ടണ്ണിൽ നമുക്ക് ടോട്ടൽ വെയിറ്റിൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അത്രയും സ്റ്റീൽ കുറച്ച് മതി. പിന്നെ ഇതിന് നമുക്ക് ഉപയോഗിക്കുന്ന പർലിംഗ് പൈപ്പ് എന്ന് പറഞ്ഞാൽ 3/4 പർലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു ടൈലുകളെ അപേക്ഷിച്ച് നമുക്ക് ഇതിന് സ്ക്രൂയിങ് സിസ്റ്റവും ഇന്റർലോക്കിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂയിങ് സിസ്റ്റം വരുന്നുണ്ട്, ഇവിടെ ഇന്റർലോക്കിംഗ് വരുന്നുണ്ട്. ഡബിൾ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂയിങ് സിസ്റ്റത്തിൽ മറ്റ് ടൈലുകളൊക്കെ സ്ക്രൂ പുറമേന്ന് അടിച്ച് വരണം. ഇപ്പോൾ ഷീറ്റ് ആണെങ്കിലും ബാക്കി എന്ത് പ്രൊഡക്റ്റുകളാണെങ്കിലും സ്ക്രൂ പുറമെ കാണും. നമുക്ക് ഈ സ്ക്രൂ ഈ ഹോളിൽ കയറി വരും. ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഈ ഹോളും
ഈ ഹോളിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ സ്ക്രൂ ഇതിൽ കവറായി പോകും. അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഇന്റർലോക്കിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകും. നമ്മൾ ഈ ഇന്റർലോക്കിങ്ങിൽ നമ്മൾ ഇട്ട് വരാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇതിന്റെ ഫിനിഷിംഗ് വരുന്നത്. ഇത് 2 ചാനൽ അല്ലേ, രണ്ട് ഡബിൾ ഗാർഡ്. അത് തന്നെ. അപ്പൊ വെള്ളം ഒട്ടും തന്നെ ലീക്കേജ് ചാൻസ് ഇല്ല. ഇത് ഞാനിപ്പോ നമ്മളെ ആളുകൾ ഇത് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഇവിടെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് കയറി നോക്കട്ടെ. കയറി നോക്കിയാൽ നമ്മൾ സാധാരണ ഓടും പൊട്ടാറില്ല. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതിന്. ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചവിട്ടി കുറച്ച് വെള്ളമായി. ഇതിനകത്ത് വെള്ളം ഒരു പ്രശ്നമേ അല്ലല്ലോ. വെള്ളം പിടിക്കത്തില്ല. നമുക്ക് അവിടെ വെള്ളം ഒഴിച്ച് നോക്കാം. സൗണ്ട് വരുന്നുണ്ടോ, ചൂടുണ്ടോ, നമുക്ക് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മൾ സാധാരണ പണ്ട് കാലം മുതലേ ഓടുകളുണ്ട്. ആ ഓടുകൾക്ക് ഉണ്ടാകുന്ന ഒരു കുറവ് എന്ന് പറഞ്ഞാൽ വെള്ളം അബ്സോർബ് ചെയ്ത് പായല്, പൂപ്പല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരലാണ്. ഇതിലാവുമ്പോൾ നമുക്ക് വെള്ളം അബ്സോർബ് ഇല്ല. വെള്ളം അബ്സോർബ് ചെയ്യുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് പായല്, പൂപ്പല് വരാനുള്ള ചാൻസ് 0 ആണ്. അപ്പൊ അതിന് അല്ല, സാധാരണ ഓടിനെ നമ്മള് ഇപ്പൊ പുതിയ സെറാമിക് ഓടുകൾ വരുന്നുണ്ട്. അപ്പൊ അവര് കുറെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ആണെങ്കിലും അത് പൊട്ടും. വെയിറ്റ് ഒരു പ്രശ്നമാണ്. ചൂട് ഒരു പ്രശ്നം. സാധാരണ ഓടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ തിക്നെസ്സും അത്യാവശ്യം ഉണ്ട്. തിക്നെസ് കാണാമല്ലോ നമുക്ക് ഇവിടെ. തിക്നെസ് സാധാരണ നമുക്ക് വെയിറ്റ് കുറവാന്ന് വെച്ചാൽ നമുക്ക് തിക്നെസിന് കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല. ഓക്കെ, മാക്സിമം ആ ഒരു ഓടിനെ പോലെ അല്ലെങ്കിൽ ഓടിന് അപ്പുറമുള്ള ഓടിനെ പോലെ നല്ല ഓടിന് അപ്പുറമായിട്ട് തന്നെ ക്വാളിറ്റി ഉണ്ട്. ഇത് വരുമ്പോ ഇനി ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, വെള്ളം എന്തായാലും ഇതിനകത്ത് പിടിക്കത്തില്ല. തീ പിടിക്കോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. തീ പിടിക്കത്തില്ല. ഫയർ റെസിസ്റ്റന്റ് ആണ്. ഇനി ഹീറ്റ്, ചൂട്, അത് തന്നെയാണ് നമ്മളെ നാട്ടിലെ. നമ്മൾ ഇത് മെയിൻ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റുകൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം നമ്മുടെ ASM അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് ഏതെങ്കിലും സൈറ്റ് ചെയ്ത് കാണാൻ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു 1 മണി സമയത്ത് അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന വീടിൻ്റെ അടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്ക് ഇന്ന് അറിയണം. നിങ്ങൾ ഓരോരുത്തരെയും ഇത് കൊണ്ടുപോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതിന് പകരം നമ്മൾ ഇന്നിപ്പോ ഈ ഒരു ടൈല് ചെയ്തിരിക്കുന്ന സൈറ്റിൽ നമുക്ക് ഈ സെയിം ടൈൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു സൈറ്റ് നമുക്ക് കാണിച്ചു തരാം. പിന്നെ മറ്റ് സൈറ്റുകൾ നമ്മളെ പഴയ മോഡലുകളുണ്ട്. പഴയ മോഡലിൽ നമുക്കൊരു 4 ടൈപ്പുകളുണ്ട്. അപ്പൊ ആ ടൈപ്പുകൾ ചെയ്തിരിക്കുന്ന സൈറ്റുകളും കാണിക്കാം. ഇനിയിപ്പോൾ ആൾമോസ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇതിന്റെ വെയിറ്റ് പറഞ്ഞു. ഇതിൽ പ്രൈസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. ഇതുപോലുള്ള സെറാമിക് അല്ലെങ്കിൽ നിങ്ങളുടെ നാനോ സെറാമിക് ഓടുകൾ എത്ര മുതലാണ് ഇതിന്റെ പ്രൈസ്? നമുക്ക് നമ്മുടെ എല്ലാ മോഡലുകളുടെയും നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 95 മുതൽ 160 ആ റേഞ്ച് വരെയാണ് വരുന്നത്. അത് നമുക്ക് ഓരോ അളവിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 4 മോഡലുണ്ട്, ഡിസൈൻ വൈസ് വ്യത്യാസമുണ്ട്. എന്നാലും എല്ലാത്തിന്റെയും ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. 95 മുതൽ 160 വരെയുള്ള ടൈൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് മോഡലുകൾ കണ്ടാലോ? കാണാം, തീർച്ചയായിട്ടും. ഇവിടെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ചളിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ എല്ലാത്തിലും നമുക്ക് കയറി നടക്കണേനോ ചവിട്ടണോ യാതൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, എന്തായാലും നമ്മളെ വ്യൂവേഴ്സിന് അറിയാം ഇതൊക്കെ ഫ്ലാറ്റിനാണ് നമ്മൾ കയറി നടന്നത്. ഇത് ഈ ടൈൽ എന്ന് പറയുന്നത് നമ്മളൊരു U ടൈപ്പ് ടൈലാണ്. ഇത് നമ്മുടെ പണ്ടത്തെ കൊട്ടാരങ്ങൾക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു മോഡലിലെ ഒരു ടൈലാണ്. ഡിസൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒരു ടൈലും കൂടി എടുക്കുകയാണെങ്കിൽ അതിന്റെ ലോക്കിങ് കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്കിത് സെന്ററിലാണ് കയറി വരുന്നത്. ഇങ്ങനെ നമുക്കൊരു U ടൈപ്പ് ഡിസൈൻ ആണ് കിട്ടുന്നത്. ഡിസൈനർ ടൈല് തന്നെയാണ് ഇത്. അപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇത് ചെറിയ ടൈലാണ്, സിമ്പിൾ ആണ്. ചെറിയ സൈസ് എത്ര വരുന്നുണ്ട് ഇതിന്? നമുക്ക് കവറേജ് ഏരിയ 0.81 കിട്ടും. നമുക്ക് 0.81 ഒരു ടൈല് കവറേജ് ഏരിയ 0.81 കിട്ടും. നമ്മുടെ ഫ്ലാറ്റ് സീരീസിലേക്ക് വരാണെങ്കിൽ നമുക്ക് അത് 1 സ്ക്വയർ ഫീറ്റ് കിട്ടുന്നതാണ് ഫ്ലാറ്റ് സീരീസ് വരുന്നത്. സെയിം സംഭവം തന്നെ, സെയിം ഐഡിയയിൽ തന്നെ നമുക്ക് ഇത് ഒരു നമ്മുടെ സെയിം ഇന്റർലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് വരുന്നത്. സ്ക്രൂയിങ് സിസ്റ്റം ഉണ്ട്, ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇതിൽ 3 ലോക്ക് കാണാം. 3 ലോക്ക്. അത് നമുക്ക് കുറച്ച് സ്ലോപ്പുള്ള ഏരിയകൾ, കാറ്റുള്ള ഏരിയകളിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ലോപ്പിംഗ് സിസ്റ്റം. അപ്പൊ നമുക്ക് കുറച്ച് ഓവർലാപ്പിംഗ് കൂടുതൽ കിട്ടും താഴത്തോട്ട് വരുന്നോളൂ. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലോക്കിൽ ഇടുമ്പോൾ നമുക്ക് 1 സ്ക്വയർ ഫീറ്റ് കവറേജ് ഏരിയ ഇതിന് കിട്ടും. ഒന്ന് കിട്ടും. ഇത് വരുമ്പോഴാണെങ്കിൽ നമ്മുടെ കർവ് ടൈല് J സീരീസ്, ജാപ്പനീസ് സീരീസ് എന്നാണ് പറയുന്നത്. ഇത് യൂറോപ്യൻ സീരീസ്. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പേരുകൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ടൈലും.
ഇതിൽ ഇങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ലേയിങ് സിസ്റ്റം വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ്, കാരണം കർവായിട്ട് വരുന്ന ഒരു മോഡലാണ്. നമ്മളെ നാട്ടിൽ ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു ഐഡിയ കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിൽ പല കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. നമുക്ക് നിലവിൽ ഇപ്പോൾ നമുക്കൊരു 7 കളറോളം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് നമ്മൾ മെയിൻ നമുക്ക് ടെക്നിക്കൽ ടീം ഉണ്ട്. പ്ലസ് നമുക്കിപ്പോൾ ഒരു എൻക്വയറി, നമുക്ക് ഇപ്പം നമ്മളെ വീഡിയോയിൽ നമ്മളെ നമ്പർ കോൺടാക്ട് എല്ലാം തരാം. ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മളെ കസ്റ്റമർ കെയർ ടീം ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഏരിയയിൽ നമുക്ക് ASM-ഉം ഡീലേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് കോൺടാക്ട് ഷെയർ ചെയ്ത് നമ്മുടെ ASM കസ്റ്റമറുടെ സൈഡിൽ എത്ര രീതിയിലായിരിക്കും നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറുടെ സൈറ്റിൽ പോയി അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്ത് സർവീസാണ് വേണ്ടത് എന്നുള്ളത് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പനി തന്നെ ഉത്തരവാദിത്തപ്പെട്ട് വർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അതല്ല അവർക്ക് ഫാബ്രിക്കേറ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീം അവരുടെ ഫാബ്രിക്കേറ്ററിന് എന്ത് ഡീറ്റെയിൽ ആണ് വേണ്ടത് അത് പറഞ്ഞും കൊടുക്കും. അപ്പോൾ നമുക്ക് ലേയിങ് സംബന്ധമായിട്ടോ വർക്ക് സംബന്ധമായിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫാബ്രിക്കേറ്റർക്ക് മൊത്തം അല്ലെങ്കിൽ കസ്റ്റമർക്ക് മൊത്തം നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വർക്കിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. അതായത് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം തന്നെ വന്ന് അവിടെ സെറ്റ് ചെയ്ത് തരും. അതല്ല അവർക്ക് ലോക്കലി ഇപ്പോൾ നമ്മുടെ സലീംബായുടെ നാട് മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറത്ത് സലീംബായി വീട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ലോക്കലി ഒരു ഫാബ്രിക്കേറ്റർ ഉണ്ട്, ആൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വന്ന് സലീംബായോട് പറയുന്ന കൂട്ടത്തിൽ ആളോട് ട്രെയിനിങ് കൊടുക്കും. ആൾക്ക് ചെയ്യേണ്ട വിധം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ഇതിന് എന്ത് പറലിങ്ങാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ നമ്മൾ വേറൊരു വിസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റിനും തയ്യാറാണ്. ഈ ഒരു പ്രൊഡക്റ്റ് കിടിലൻ പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇത് നിങ്ങൾ ആൾറെഡി കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഓൾ ഓവർ കേരള, അത് നമ്മൾ കേരളത്തിൽ തന്നെ പറയാം. ഓൾ ഓവർ കേരള ഇപ്പോൾ ഒരു 40 ലക്ഷം സ്ക്വയർ ഫീറ്റോളം നമ്മൾ സെയിൽ കഴിഞ്ഞു, വിരിച്ച് കഴിഞ്ഞു, സാറ്റിസ്ഫൈഡ് കസ്റ്റമറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇന്ന് പരിചയപ്പെടാനുള്ള അവസരം ഞാൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്കും അതൊരു ഒന്നും കൂടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കുറച്ച് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് കേരളത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മൾ ഇന്ത്യയിൽ ഫുൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ തമിഴ്നാട്, കർണാടക, ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമ്മൾ ഒഡീഷ വരെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരെയധികം സൈറ്റുകൾ പുറമേ ഉണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് കർണാടക ബേസ് ചെയ്ത് കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മഠം ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു 50,000 സ്ക്വയർ ഫീറ്റ് അടുത്തുള്ള ഒരു മഠം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയി കാണിക്കാം. അതുപോലെ തന്നെ കുറേ വീടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീടുകളിനേക്കാളും കൂടുതൽ നമുക്കൊരു വലിയൊരു മഠം, അതുപോലെ തന്നെ കൺവെൻഷൻ സെൻറ്റർ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടിയും അവർക്ക് ഒരു അപ്രോഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ഏരിയ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിലും നമുക്കൊരു ഫിലിം സിറ്റി ഉണ്ട്, നല്ലൊരു ഫിലിം സിറ്റി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനേകം വീടുകൾ തന്നെ പറയാം നമുക്ക് തമിഴ്നാട്ടിൽ. കേരളത്തിൽ എത്ര തന്നെ ഉണ്ടോ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എവിടെയാണ് അവർക്ക് വേണ്ടത്, ആന്ധ്ര വേണോ, ഗോവ വേണോ, എവിടെയാണ് വേണ്ടത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് സപ്ലൈ ചെയ്യും. നമുക്ക് കസ്റ്റമർക്ക് സൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട്. അതായത് അത്രയും സൈറ്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ സൈറ്റ് വേണോ വലിയ സൈറ്റ് വേണോ ഏത് വേണമെങ്കിലും നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഡീറ്റെയിലുകളും ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ASM കോൺടാക്ട് ചെയ്ത് അവർക്ക് തരും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. വളരെ നന്ദി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയതിന്. എസ്പെഷ്യലി റൂഫിങ്ങിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ റൂഫിങ്ങിൽ കൺസേൺ ആണ്. അപ്പോൾ അവരെന്തായാലും ഒന്ന് പഠിച്ചിട്ട് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. താങ്ക് യു. ഹലോ ചേട്ടാ, നമസ്കാരം. വീടൊക്കെ കണ്ടു, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഉപയോഗിച്ച നാനോ സെറാമിക് റൂഫിംഗ് ടൈല്, എന്തുകൊണ്ട് നാനോ സെറാമിക് റൂഫിംഗ് ടൈൽ ഉപയോഗിച്ചു? ഹായ്, എൻ്റെ പേര് അരുൺ. ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു ദുബായിൽ. നാനോ സെറാമിക് റൂഫ് ടൈൽ എന്ന് പറയുന്ന റൂഫ് ടൈൽ തന്നെ എൻ്റെ വീടിന് ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് 400 ഗ്രാം മാത്രമേ എൻ്റെ വെയിറ്റ് ഉള്ളൂ കമ്പനി പറയുന്നത്. അപ്പോൾ അത് ഞാനത് ബോധ്യപ്പെട്ടു. 400 ഗ്രാം എന്ന് പറയുന്നത് ഓടുകളെ സംബന്ധിച്ച്, റൂഫ് ടൈലുകളെ സംബന്ധിച്ച് വളരെ എന്താ പറയുന്നത് അതിശയകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ഒരു ക്ലേ ടൈൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് 4 കിലോയോളം ഭാരം വരുന്നുണ്ട് ഒരു ടൈലിന്. ഇത്രയും ഭാരമുള്ള റൂഫ് ടൈല് നമ്മുടെ വീടുകളിൽ റൂഫ് ഇങ്ങനെ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ വലിയൊരു വെയിറ്റാണ് നമ്മളുടെ സ്ട്രക്ചറിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റൂഫ് ടൈലാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് നാനോ സെറാമിക് കണ്ട് ബോധ്യപ്പെട്ടു. സാറ്റിസ്ഫൈഡാണ്.
പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചൂടുണ്ടെങ്കിലും ഇതിൻ്റെ ചൂട് നമ്മൾ ക്ലേ ടൈൽ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും വേനൽക്കാലങ്ങളിൽ ഇതിൻ്റെ ചൂട് വളരെ അസഹനീയമായിരിക്കും. താഴെ നമുക്ക് റൂഫ് ചെയ്താൽ പോലും എന്താ പറയുക സീലിംഗ് ചെയ്താൽ പോലും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ചൂടിൻ്റെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയാം. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ്, അതുപോലെ തന്നെ ചൂട് വളരെ കുറച്ച് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1-2 ഫീച്ചേഴ്സ് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു പണിയുന്ന സമയത്ത് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം നല്ല റോഡാണ്. പിന്നെ മറ്റൊരു ചോദ്യം, നമ്മുടെ നാട്ടിൽ ഏകദേശം പകുതി സമയത്ത് മഴക്കാലമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് റൂഫിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം പറയാറുണ്ട്. അപ്പോൾ ഈ ട്രഫോൾ ഷീറ്റിലൊക്കെ ആണെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാവും. ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്? സാധാരണ GA ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദശല്യം ഈ ഓടിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം മെറ്റൽ ഷീറ്റിൽ മഴ പെയ്യുമ്പോൾ അസഹനീയമായിട്ടുള്ള ശബ്ദമാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഇത് അങ്ങനെ ഒരു ശബ്ദശല്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഫീലിംഗാണ്. പിന്നെ സാധാരണ ഓടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ലേ ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരാറുണ്ട്, കുറേ കട്ട് ചെയ്ത പീസുകൾ, അതുപോലെ ഡസ്റ്റി ആയിട്ടുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു അവസ്ഥ വന്നോ നിങ്ങൾക്ക്? വേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലേ ടൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് വരാറുണ്ട്. അതുപോലെ തന്നെ കാറ്റത്ത് പാറി പോകുമെന്ന് പലരും പറയാറുണ്ട്. അതിനുള്ള സൊല്യൂഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇല്ല, പറന്നു പോകുന്ന ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല. പറന്നു പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലേ ടൈലാണെങ്കിൽ പോലും നല്ലൊരു കാറ്റ് വരുന്ന സമയത്ത് ചില ഇടങ്ങളിൽ അത് പറന്നു പോകാറുണ്ട്. ഇതിനങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, സ്ക്രൂ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പെർലിങ്ങിനോട് സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് പറന്നു പോകുന്നില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എൻ്റെ അനുഭവത്തിൽ അത് ഇവിടെ ഒരു നല്ല കാറ്റുള്ള ഏരിയയാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ചിന്തിക്കുക റൂഫിംഗ് ചെയ്യുമ്പോൾ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നാനോ സെറാമിക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫാസ്റ്റായിട്ട് ലേ ചെയ്യാം. അതുപോലെ അതിൻ്റെ പർലിങ്ങിൻ്റെ ഗ്യാപ്പ് പല സൈസിലിപ്പോൾ വരുന്നുണ്ട്. പ്രോഫിറ്റബിൾ ആക്കി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയോ? കോസ്റ്റ് വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓട് മാത്രം എടുത്ത് ചെയ്യുക അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ വർക്ക് ഉൾപ്പെടെ മൊത്തം വർക്കുകൾ നമ്മൾ കമ്പനി ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് വൈസ് അത് വളരെ ലാഭകരമാണ്. സാധാരണ നമ്മൾ ഓട് ലേ ചെയ്യുന്ന അത്രയും കോസ്റ്റ് വരുന്നില്ല. ഇതിൻ്റെ സ്ട്രക്ചർ വർക്കിന് മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറച്ച് വരുന്നുള്ളൂ. കാരണം വലിയ ഗേജുള്ള സ്ട്രക്ചർ സ്റ്റീലല്ല ഉപയോഗിക്കുന്നത്, പൈപ്പുകളല്ല ഉപയോഗിക്കുന്നത്. വളരെ എന്താ പറയുന്നത്, സ്ട്രെങ്ത്ത് കുറഞ്ഞത് മതി. വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സ്ട്രെങ്ത്തിലുള്ള സ്ട്രക്ചർ വർക്ക് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കോസ്റ്റിൽ കുറവ് വരുത്തും. വളരെ കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും മറ്റുള്ള ഓടുകളെ അപേക്ഷിച്ച്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു, ബൈ.